കേരള നേതാക്കളുടെ സമീപനമാണ് KPCC നേതൃമാറ്റ ചർച്ചയെ പ്രതിസന്ധിയിലാക്കിയത്. കെ സുധാകരന് പകരക്കാരനെ നിശ്ചയിക്കുന്നതിൽ സംസ്ഥാനത്തെ നേതാക്കൾക്കിടയിൽ ഏകാഭിപ്രായമില്ല. സുധാകരനെ വിശ്വാസത്തിലെടുത്ത് മാറ്റണമെന്ന് പറയുന്നവരും AICCക്ക് മുന്നിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല. സമവായമില്ലെങ്കിൽ സുധാകരനെ ഉടൻ മാറ്റേണ്ട എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിയേക്കുമെന്നാണ് അറിയുന്നത്. KR സാജു വിശദാംശങ്ങൾ നൽകും. സാജു, ദീപാദാസ് മുൻഷി കടുത്ത അതൃപ്തിയിലാണ്. ആ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. KC വേണുഗോപാൽ ഇടപെടാതെ മാറി നിൽക്കുന്നത് പ്രശ്നത്തെ വഷളാക്കും എന്നാണ് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ നേതാക്കൾക്കിടയിലെ സ്വരച്ചേർച്ച, അഭിപ്രായ ഭിന്നത വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് പുനഃസംഘടന. അപ്പോൾ ഉടൻ തന്നെ ഒരു നേതൃമാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണോ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്? ദിവ്യ, കേരളത്തിലെ കോൺഗ്രസിനെ ചലിപ്പിക്കാൻ കുറച്ചുകൂടി ശക്തമായ നേതൃത്വം വേണം എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിനും മുതിർന്ന നേതാക്കൾക്കും ഒന്നും മറ്റൊരു അഭിപ്രായമില്ല. പക്ഷേ ഡൽഹിയിലെത്തി കെ സുധാകരനെ മാറ്റണമെന്ന് പറയുന്നവർ തന്നെ കേരളത്തിലെത്തുമ്പോഴുള്ള സമീപനത്തിൽ അവർ മാറ്റം വരുത്തുന്നു എന്നതാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള വെല്ലുവിളി. സുധാകരനെ മാറ്റിക്കോ, എതിർപ്പില്ല എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ കേരളത്തിലെത്തുമ്പോൾ സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള തീരുമാനമെടുക്കണമെന്ന് ഹൈക്കമാൻഡിനോട് ദീപാദാസ് മുൻഷിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. ഇങ്ങനെ നിരവധി നേതാക്കൾ ഈ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, എങ്ങനെ സുധാകരനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകും എന്ന ചോദ്യമാണ്, അദ്ദേഹത്തെ മാറ്റും എന്ന ചോദ്യമാണ് ഹൈക്കമാൻഡിന് തിരികെയുള്ളത്, ദീപാദാസ് മുൻഷി അടക്കമുള്ളവർക്കുള്ളത്. അതിനൊരു ഉത്തരം നൽകാൻ കേരള നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. കാരണം കേന്ദ്രത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് ഭരണമൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ വേറെ എവിടെ കെ സുധാകരനെ അക്കമഡേറ്റ് ചെയ്യുക എന്നതാണ് ഈ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ മാറ്റുമ്പോൾ വിശ്വാസത്തിലെടുക്കണം എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വഴിയില്ല. സുധാകരനെ മറ്റെവിടെയെങ്കിലും ഉൾപ്പെടുത്താൻ എന്നുള്ള വസ്തുത കേരളത്തിലെ നേതാക്കൾക്ക് അറിയാം. എന്നിട്ടും അത് ഹൈക്കമാൻഡിന്റെ ചുമലിലേക്ക് തള്ളിയിട്ട് കൈ കഴുകുന്ന രീതിയാണ് കേരള നേതാക്കൾ സ്വീകരിക്കുന്നത് എന്ന ഒരു വിമർശനമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനുള്ളത്. ഇത് ഈ നേതൃമാറ്റ ചർച്ചകളെ പ്രതിസന്ധിയിലാക്കി. മറ്റൊരു കാരണം സുധാകരൻ സ്വീകരിച്ച സമീപനമാണ്. അദ്ദേഹം തന്നെ മാറ്റുകയാണെങ്കിൽ, KPCC അധ്യക്ഷ സ്ഥാനത്തിന് തന്റെ ആരോഗ്യാവസ്ഥകളും മറ്റും വെച്ച് പറഞ്ഞു മാറ്റുകയാണെങ്കിൽ തനിക്ക് മറ്റു വഴികൾ, തനിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. MP ആയിരിക്കുന്ന അടുത്ത അടക്കം ഇതേ വെല്ലുവിളി തനിക്ക് നേരെ ആരോപിക്കപ്പെടും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം എതിർപ്പുന്നയിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റുന്നതിൽ അദ്ദേഹം മാറിക്കൊടുക്കുന്നതിന് പുറമേക്ക് ഞാൻ കടിച്ചു തൂങ്ങില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അകത്തങ്ങനെയല്ല അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം.